ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ട്രേഡ്സ്മാൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് 11 ചേർന്ന യോഗത്തിലാണ് PSC ഇത് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ ജോലി എവിടേക്കാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ടെക്നിക്കൽ സ്കൂളുകളിൽ, അതുപോലെ പോളിടെക്നിക് കോളേജസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് വരുന്നത്, ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഓഗസ്റ്റ് 31 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഒരു ഓഗസ്റ്റ് 31 ഒക്കെ ആകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ പൊതുവായിട്ട് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിന് വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ്. അവർ രണ്ട് ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അതായത് ഒന്നാമത്തേത് പറയുന്നത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള THSLC കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. പിന്നീട് PSC പറയുന്നത് എ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC കംപ്ലീറ്റ് ആയിരിക്കണം. അവർക്ക് എന്തുകൂടെ വേണം? പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, NTC സർട്ടിഫിക്കറ്റ് ഉള്ളവർ, അതായത് ITI ട്രേഡ്, ഈ ITIയിൽ അഗ്രികൾച്ചർ ട്രേഡ് വരുന്നതുണ്ട്. മെക്കാനിക്, അഗ്രികൾച്ചർ മെഷീനറി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡിൽ ITI കംപ്ലീറ്റ് ആക്കിയവരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പാസ് ഇൻ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, ഈ പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, VHSC ഈ ട്രേഡിൽ കംപ്ലീറ്റ് ആക്കിയവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. SSLC പ്ലസ് ഈ പറഞ്ഞ 3 യോഗ്യതകളുള്ളവർക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയുള്ള ഏജ് ലിമിറ്റ് ആണ്. ഇതാണ് പൊതുവേ നമുക്ക് ക്വാളിഫിക്കേഷൻ വരാൻ സാധ്യത. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. നമുക്ക് പറ്റിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. ടെക്നിക്കൽ സ്കൂളുകളിലും പോളിടെക്നിക് കോളേജസിലും ഒക്കെ ഒരു ടീച്ചിങ് പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ബാക്കി ഡീറ്റെയിൽസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.